ഇതാണോ? അല്ല. ഉറപ്പാണോ? ഇതല്ല സർ. ഇത് ശ്രദ്ധിച്ചു നോക്ക്. അല്ല. ഉറപ്പല്ലേ? ഇതല്ല സർ. ഹരീഷ്, കുട്ടിയുടെ ശരീരത്തിൽ സെമൻ കണ്ടെത്തിയിട്ടുണ്ട്. പട്ടിത്തൊടിയിൽ ഫിംഗർ പ്രിൻറ്റ്സ് കാണുന്നില്ല, മാത്രമല്ല അത് കുറച്ച് പഴകിയതുമാണ്. അതുകൊണ്ട് തന്നെ ട്രേസ് ചെയ്യാൻ പാടായിരിക്കും. റസ്റ്റ് ഉണ്ടല്ലേ? സർ, നടന്നത് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കൃത്യമാണ്. ആ സൈറ്റിൽ വൈകിട്ട് 7 മണിക്ക് ശേഷം ആരും ഉണ്ടാവാൻ സാധ്യതയില്ലെന്ന് അക്രമിക്കറിയാമായിരുന്നു. ആ ക്യാമ്പസിൽ കഴിഞ്ഞ 4 ദിവസമായിട്ട് ഇന്റർസോൺ കലോത്സവത്തിനുള്ള ഫൈനൽ റിഹേഴ്സൽസ് നടക്കുകയായിരുന്നു. 4-ാം ദിവസമാണ് തെരേസ ആക്രമിക്കപ്പെടുന്നത്. സോ തെരേസയെ അടുത്തറിയാവുന്ന ആ 4 ദിവസത്തെ അവരുടെ റുട്ടീൻ, അതിന്റെ ടൈമിംഗ്, ഇതൊക്കെ കൃത്യമായി അറിയാവുന്ന ആരോ. തെരേസയുമായി ബന്ധപ്പെട്ട അവരുടെ കൂടെ പഠിക്കുന്ന, ആ ക്യാമ്പസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അധ്യാപകർ, അങ്ങനെ ഏതാണ്ട് 100ഓളം പേരെ നമ്മൾ ചോദ്യം ചെയ്തു കഴിഞ്ഞു. സംശയത്തിന്റെ ഒരു കണിക പോലും നമുക്ക് ലഭ്യമായിട്ടില്ല. Now it's time for the reality. Teresa, now she's in coma. ലൈഫ് സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ ഒരു സഹായത്തിലാണ് കുട്ടി. അത് എത്ര നാളുണ്ടാവും നമുക്ക് അറിഞ്ഞുകൂടാ. വി ആർ റിയലി സോറി. Officer, 7 days she's in the ICU and now in a coma. When are you and how are you going to catch the bloody culprit? Tell me. വിദ്യാർത്ഥിനി പീഡന കേസിൽ പോലീസ് അന്വേഷണം എങ്ങും എത്താതെ ഇഴയുന്നതായി ആരോപണം. ഈ കേസിൽ യാതൊരു തുമ്പും കിട്ടാതെ പോലീസ് ഇരുട്ടിൽ തപ്പുന്നു എന്നാരോപിച്ച പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് വാക്കൌട്ട് നടത്തി. കേസ് ഉടൻ ക്രൈംബ്രാഞ്ചിന് കൈമാറുമെന്നാണ് നമുക്ക് കിട്ടുന്ന സൂചന. സർ, വാട്ട് നെക്സ്റ്റ്? നമ്മളൊരു ലോങ് ഷോട്ട് അറ്റംപ്റ്റിന് പോകുന്നു. ആൻസെസ്ട്രൽ ജനറ്റിക്സ്, DNA ആൻസെസ്ട്രി. നമ്മുടെ പൂർവികർ ആഫ്രിക്കൻ വംശജരാണോ, ആര്യന്മാരാണോ, ജൂതന്മാരാണോ എന്നറിയാൻ ഒരു കൗതുകത്തിന്റെ പുറത്ത് ജനങ്ങൾ അവരുടെ DNA കൊടുക്കുന്നു. ഇത് സ്വീകരിക്കുന്ന 100 കണക്കിന് ഏജൻസികൾ അതവരുടെ റിപ്പോസിറ്ററിയിൽ സൂക്ഷിക്കുന്നു. അത്തരം ഏജൻസികൾക്ക് നമ്മുടെ റേപ്പിസ്റ്റിന്റെ സെമൻ സാമ്പിൾ അയച്ചു കൊടുക്കുന്നു. അവരുടെ ഡേറ്റാബേസിലുള്ള ഏതെങ്കിലും ഒരു സാമ്പിൾ നമ്മുടെ സാമ്പിളുമായിട്ട് മാച്ച് ആയാലോ? ചിലപ്പോ അതാണെങ്കിലോ നമ്മുടെ കേസിലെ ദി ഗോഡ്സ് എവിഡൻസ്. സർ, വി ഫൗണ്ട് എ മാച്ച്. സുദേവ് വി രാജൻ, ഒരു IT പ്രൊഫഷണൽ ഫ്രം ഹൈദരാബാദ്. Hello Hyderabad, Great FM 93.5. Sudev Virajan? Yes. സുദേവ്, നിങ്ങളൊരു ക്രിമിനലോ ഞാൻ നിങ്ങളെ കസ്റ്റഡിയിലെടുക്കാൻ വന്ന ഓഫീസറോ അല്ല എന്നൊരിക്കൽ കൂടി ഉറപ്പുവരുത്തുന്നു. യു ക്യാൻ ടെൽ മീ എനിത്തിങ് ദാറ്റ് ഐ വിൽ നീഡ് ടു നോ, പ്ലീസ്. സർ, ഞാൻ ജനിച്ചതും വളർന്നതെല്ലാം ഹൈദരാബാദിലാണ്. കേരളത്തിലേക്ക് വല്ലപ്പോഴും മാത്രമേ പോകാറുള്ളൂ. എനിക്കവിടെ ആരെയും അറിയില്ല. പിന്നെ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്താണ് DNA സാമ്പിളിങ് ചെയ്തത്. ബട്ട് നോട്ട് ഓൺലി മീ, മൈ ഫ്രണ്ട്സ് ഓൾസോ ഡിഡ് ദ സെയിം. സോ സാർ എന്തിനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഐ ക്യാൻ ബി മോർ സ്പെസിഫിക്. Do you know her? No, sir. Sure? Excuse me, sir. Can I have what?
Sir, Yal, Sambhav Natana, Anna Ratri, he was at the office. There is proof. Late night with friends, he's gone to the bar and swiped his credit card. Daniki proof unde. Arthanal, Yal, office chendittundu. Daniki proof unde. ഓക്കെ ഓക്കെ, നാട്ടിലാരെയും അറിയില്ല എന്ന് പറഞ്ഞു. വിൽ ദറ്റ് ഓൾസോ മീൻ നാട്ടിലാരും ഇല്ല എന്ന്? ഐ മീൻ ബ്ലഡ് റിലേറ്റീവ്സ്, ബന്ധുക്കൾ? കൊച്ചിയിലൊരു ഫാമിലി ഉണ്ട്, എൻ്റെ അപ്പൂപ്പൻ്റെ അനിയൻ്റെ കുടുംബം. ബട്ട് ഐ എം നോട്ട് ഇൻ കോൺടാക്ട് വിത്ത് ദം. അതിലൊരു ചേട്ടനെൻ്റെ FB ഫ്രണ്ടും മറ്റാണെന്ന് തോന്നുന്നു. ഇഫ് യു വോണ്ട് I can find the details. വെറുതെ കാണിക്കാൻ. അല്ലാതെ വേറെ ഒന്നുമില്ല. ഇത് അയാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല സാറേ. വെയിറ്റ്. ഇത് അയാളാണ് സാറേ, അയാൾ തന്നെയാ. സർ, നമുക്ക് അയാൾ ഇപ്പോഴേ പൊക്കിയാലോ? നോ, ഒരു പഴുതും ബാക്കി വെക്കരുത്. അമ്മയുടെ ഭാവിക്ക് എന്താ കൊണ്ടുവന്നു നോക്കി. ആ നോക്ക് 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 നോക്ക്. ആ ചേച്ചി, ഞാൻ ഇറങ്ങട്ടെ. ആ ശരി. എയ്റോപ്ലെയിൻ എയ്റോപ്ലെയിൻ എയ്റോപ്ലെയിൻ. സാറേ, നിശാന്തിന്റെ തന്നെയാണല്ലോ അല്ലേ? അതെ സാറേ, ഇതെല്ലാം അവരുടെ ബാത്റൂമിൽ നിന്ന് എടുത്തതാ. സർ, സംഭവ ദിവസം സ്റ്റുഡൻസിൻ്റെ പരിപാടി നടക്കുന്ന സമയത്ത് ഞങ്ങളോട് വേണമെന്ന് പ്രിൻസിപ്പൾ പറഞ്ഞായിരുന്നു. ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള നിലയ്ക്ക് ഞങ്ങളെല്ലാം കൂടെ ഒന്ന് കൂടാൻ തീരുമാനിച്ചു. സാറേ, ഞങ്ങൾ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് സേവിച്ചം വന്നിട്ട് തെരേസയുടെ കാര്യം പറയുന്നത്. 2 ഫുള്ള് മേടിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞ വർഗീസ് സാറ് പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഒരു കുപ്പിയെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. ഒരു കുപ്പി എന്തോ വഴിയിൽ മിസ്സായിപ്പോയി എന്ന് പറഞ്ഞു. ഒരു കുപ്പി തികയാത്ത അവസ്ഥ വരുമെന്ന് ആരോ പറഞ്ഞപ്പോൾ നിഷാന്ത് സാറ് പറഞ്ഞു, നിങ്ങൾ അടി തുടങ്ങിക്കോ, ഞാൻ കുപ്പിയായിട്ട് വരാമെന്ന് പറഞ്ഞു. നിഷാന്ത് സാറ് മദ്യപിക്കില്ല. പുള്ളി പോയി ഒരു അരമണിക്കൂർ കഴിഞ്ഞാണ് തിരിച്ചു വന്നത് സർ, ഒരു കുപ്പിയായിട്ട്. പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് തെരേസയുടെ വിവരം ഞങ്ങൾ അറിഞ്ഞത്. എനിക്ക് തോന്നുന്നത് അതിന് മുമ്പാണ് നിഷാന്ത് സാർ പോയിട്ടൊരു കുപ്പിയായിട്ട് വന്നത്. എനിക്കത്രേ അറിയാം. It's time to pick him. Go ahead. സർ. നിശാന്ത് സാറേ, സുഖമല്ലേ? നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോകണല്ലോ സാറേ. എന്താ സാർ കാര്യം? കാര്യമൊക്കെ പറയാം, വാ. സാർ, ഞാൻ ഫാമിലി ഷോപ്പിങ്ങിന് വന്നാണ്. ഫാമിലിയൊക്കെ വന്നോളൂ സാറേ. സാർ നടക്ക്. സാർ, ഞാൻ ഒന്ന് പറയാം. നടക്ക് സാറേ. സാർ, ഞങ്ങൾ ഷോപ്പിങ്ങിന് വന്നാണ് സാർ. നടക്ക്. ഹരിത, മണിക്കൂറായില്ലേ ഇയാൾ ഇതിനകത്തിരിക്കുന്നു. It's time. Sorry to keep you waiting, നിഷാന്ത്. Please sit down. എനിക്ക് കുറച്ച് ലാസ്റ്റ് മിനിറ്റ് ക്രോസ് ചെക്കിംഗ് ഉണ്ടായിരുന്നു. സാർ, എന്താ ഇത്? എന്തിനാ എന്നെ പിടിച്ചു വെച്ചിരിക്കുന്നത്? നിഷാന്തിന് അറിയാമല്ലോ, പിന്നെന്തിനാ പ്രത്യേകിച്ച് ചോദിക്കുന്നത്? സാർ, എന്ത് തെറ്റിദ്ധാരണയുടെ പുറത്താണ് സംസാരിക്കുന്നത്? നിഷാന്ത് അഭിനയിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് നമുക്ക് ആദ്യത്തെ റീസൺ തൊട്ട് തുടങ്ങാം. തന്നെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് തെരേസ ഫിലിപ്പിനെ ക്രൂരമായി റേപ്പ് ചെയ്ത് മരണാവസ്ഥയിലാക്കിയ കുറ്റത്തിനാണ്. What do you mean, sir? Yes, നിഷാന്ത്. I can prove that beyond doubt. സാർ, വെറുതെ ഒന്ന് ഫാബ്രിക്കേറ്റ് ചെയ്തത്. എനിക്കൊരു ഫാമിലി ഉള്ളതാണ്, ഒരു കൊച്ചു മകളുള്ളതാണ്. തെരേസയും മറ്റൊരാളുടെ മകളാണ്. അത് നീ മറക്കാൻ പാടില്ലായിരുന്നു. You are officially under arrest.